അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് തായിഫ് യാത്രയാണ്. തായിഫ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഹജ്ജിന്റെ പ്രധാന മീഖാത്തായ കർണുൽ മനാസിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് വരികയും ചെയ്തപ്പോൾ കർണുൽ മനാസിലുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയസ്പൃക്കായ ഒരു ചരിത്രം ഓർമ്മ വന്നു. അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ഹൃദയസ്പൃക്കായ ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകാം. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ചരിത്രങ്ങളും പരമാവധി മനസ്സിലാക്കാവുന്ന അത്ര മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. വേറെ ചരിത്രത്തിലേക്ക് പോകാം. ഹജ്ജിന് വരുന്നവരുടെ പ്രധാനപ്പെട്ട മീഖാത്താണ് കർണുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്ത്. ആകെ 5 മീഖാത്തുകളാണ്. ദാത്തു ഇർക്ക്, ജുഹ്ഫ, ദുൽഹുലൈഫ, യലംലം, കർണുൽ മനാസിൽ. നജ്ദുകാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുക്കുകയും നജ്ദ് വഴി വരുന്ന കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ മീഖാത്താണ് കർണുൽ മനാസിൽ. തായിഫ് പോയി തിരിച്ചു വരുന്ന വഴി ഏതൊരു ഹാജിക്കും അല്ലെങ്കിൽ ഉംറയ്ക്ക് വരുന്നവർക്കും ഈ മീഖാത്തിൽ കയറാവുന്നതും ഇവിടെ നിന്ന് ഇഹ്റാമിന് പുറപ്പെടാവുന്നതുമാണ്. ഈ മീഖാത്തിനോട് തൊട്ട് ചേർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഒരുപാട് നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ അവിടെ ചെലവഴിക്കുകയും അള്ളാഹുവിനോട് വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ കർണുൽ മനാസിൽ ഉണ്ടായിട്ടുള്ളത്. കർണുൽ മനാസിൽ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ പറയപ്പെടുന്ന കർണു സആലിബ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടം വരെ തായിഫിൽ നിന്ന് കല്ലേറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ അവർ പുറകെ കൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ സ്വസ്ഥത കൊടുക്കാതെ ഇവിടം വരെ ഓടിക്കുകയും ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് വിഷമിച്ച് മനസ്സുരുകി ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ഇവിടെ കർണു സആലിബിൽ അഥവാ ഈ കർണുൽ മനാസിൽ എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ മണിക്കൂറുകളോളം ഇവിടെ ഇരുന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും വല്ലാത്തൊരു ദുആയാണ് എന്ന് മഹാരഥന്മാർ പറയുന്നു. ആ ദുആ കേട്ടാൽ ആകാശവും ഭൂമിയും ഒന്നാകെ ഉരുകി വലിക്കും. അത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ കഴിഞ്ഞപ്പോഴാണ്, ആ ദുആയുടെ കാഠിന്യം കണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയും കൂടെ പർവ്വതത്തിൻ്റെ ചുമതലയുള്ള ഒരു മലക്ക് കൂടി ഉണ്ടാവുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ഈ പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് അക്ഷബൈനിയായ മലകളെ കൂട്ടിയിടിപ്പിച്ച് ഈ ജനതയെ നശിപ്പിക്കാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവരെ നശിപ്പിക്കാനോ ഇവരെ അദാബിറക്കി കൊല്ലാനോ വന്ന ആളല്ല. ഞാൻ അള്ളാഹു റഹ്മത്തായിട്ട് എന്നെ അയച്ചവരാണ്. അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും പിൽക്കാലഘട്ടത്തിൽ ഇവരുടെ മക്കളോ ഇവരുടെ മക്കളോ ഒക്കെ ആരെങ്കിലും ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഒരു ശിക്ഷയും കൊടുക്കാതെ നിങ്ങൾ തിരിച്ചു പോകണം എന്ന് മലക്കുകളോട് ആവശ്യപ്പെടുകയും ചെയ്ത ആ ഒരു ചരിത്രം ഇവിടെയാണ് ഉണ്ടായത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെയും ചോദിച്ചു അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ അക്ഷബൈനിയെ കൂട്ടി ഇടിച്ച് അവരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ അക്ഷബൈനി ഏത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ചന്ദ്രനെ പിളർത്തിയ സംഭവം പറയുന്നിടത്ത് പറഞ്ഞ ജബൽ അബൂ ഖുബൈസും കാൻ മലയും തന്നെയാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതല്ല, ജബൽ അബൂ ഖുബൈസും തായിഫിലുള്ള മറ്റൊരു മലയുമാണ് എന്നും പറയപ്പെടുന്നു. ഇത് രണ്ടുമല്ല, കർണുൽ മനാസിൽ നിന്ന് അഥവാ കർണു സആലിബിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി കാണുന്ന പടുകൂറ്റൻ 2 മലകളാണ് എന്നും ഒക്കെ പറയപ്പെടുന്നു. ഏതാണെങ്കിലും മലകളെ കൂട്ടിയിടിച്ച് അവരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന്
മലക്കുകളെ പിന്തിരിപ്പിച്ചതും അവിടുത്തെ ഉമ്മത്ത് കൂടിയായ ത്വായിഫുകാർക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊറുക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്തിനോടുള്ള കാരുണ്യം, അത് നബിതങ്ങളെ ഉപദ്രവിച്ചവർക്ക് പോലും, നബിതങ്ങളെ ശല്യപ്പെടുത്തിയവർക്ക് പോലും, നബിതങ്ങളെ കല്ലെറിഞ്ഞവർക്ക് പോലും അവിടുത്തെ കാരുണ്യം കാണിച്ച ലോകത്തിൽ തന്നെ തുല്യതയില്ലാത്ത ചരിത്രത്തിൻ്റെ മകുടോദാഹരണമാണ്, ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ ഖർനുൽ മനാസിൽ. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാരുണ്യത്തിൻ്റെ ആ ഒരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.